ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഒരു പുതിയൊരു ഫുഡ് ഹണ്ടായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഹെൽത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെൽത്ത് തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും, എന്ത് ആക്ടിവിറ്റി ചെയ്യണമെങ്കിലും നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഹെൽത്ത് വേണം. എന്നാലേ ഏത് ആക്ടിവിറ്റി ആയാലും അതിൻ്റെ ഒരു ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹെൽത്ത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പേരൂർക്കടയാണ് കേട്ടോ. പേരൂർക്കട ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു സ്ഥലമുണ്ട്. സോ നമ്മൾ പേരൂർക്കടയിൽ നിന്നും വഴയില പോകുന്ന റൂട്ടിൽ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട്. റൂട്ടിൽ ദ സ്റ്റീംഡ് ഫോർ ഹെൽത്തി ലിവിങ്. അപ്പം ദ സ്റ്റീംഡിലാണ് നിൽക്കുന്നത്. ആൻഡ് ഇവിടെ കുറച്ചധികം പ്രത്യേകതകളുണ്ട്. അതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു സ്റ്റാർട്ടപ്പാണ്. 2 യങ്സ്റ്റേഴ്സ് കൂടെ ചേർന്നിട്ടാണ് ദ സ്റ്റീംഡ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമുക്കിവിടെ കിട്ടുന്നതെല്ലാം 100% ഹെൽത്തി ഫുഡാണ്. 0% ഓയിൽ കൺസപ്ഷനുള്ള ഫുഡാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് കഴിക്കാം, ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് വിശേഷം എന്നുള്ളത് നമുക്ക് ഉള്ളിൽ കയറിയിട്ടറിയാം. സ്റ്റീംഡിന്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുവാണ്. ആൻഡ് ഇപ്പോൾ ഇവിടെ ഡൈനിങ് ഇല്ല അല്ലെ, ഡൈനിങ് ഇല്ല. ഓൺലൈൻ ഡെലിവറിയും പിന്നെ പ്രീ ഓർഡേഴ്സ്, ടേക്ക് അവേസ് മാത്രമാണ് ഇവരെടുക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇത് വളർന്ന് ഒരു ഡൈനിങ് സ്പേസ് ആയിട്ട് മാറട്ടെ എന്ന് വിഷ് ചെയ്യുന്ന കേട്ടോ. ഇതിൽ നമ്മുടെ കൂടെ ഉള്ളത് ഇതിലൊരു പാർട്ട്ണറാണ് കേട്ടോ. പക്ഷെ ആൾക്ക് ഫ്രെയിമിൽ വരാൻ ഒരു ഇച്ചിരി മടിയായിട്ട് മാറിയിരിക്കുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 0% ഓയിൽ കൺസംഷൻ ഉള്ള ഫുഡാണ്. അതിലൊരു തിരുത്തും കൂടെ ഉണ്ട് കേട്ടോ. കേരളാസ് ഫസ്റ്റ് 0% ഓയിൽ കൺസംഷൻ ഉള്ള ആ ഒരു ഫുഡ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സംരംഭം നടക്കുന്നത്. അപ്പോൾ ഇവരിവിടെ നമുക്ക് വേണ്ടി ഇന്ന് ട്രൈ ചെയ്യാനായിട്ട് ഇവരുടെ ഒരു പ്ലേറ്ററും ബാക്കി സ്പെഷ്യൽ ഡിഷസ് ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി, പിന്നെ ഒന്നിലധികം സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതിൽ ഒന്ന് മയോണൈസ്. നമ്മൾ ഇങ്ങനത്തെ പ്ലേറ്റേഴ്സ് ഒക്കെ ഇപ്പോൾ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് മയോണൈസ് യൂസ് ചെയ്ത് അതൊരു എന്താ പറയുക ഒഴിക്കാൻ പറ്റാത്തൊരു ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മയോണൈസ് ഉണ്ടാക്കുന്നത് ഇവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതും കാഷ്യൂസ് അങ്ങനത്തെ പീനട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ഇവർ തന്നെ ഇവിടെ മയോണൈസ് പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നൊരു സ്പെഷ്യൽ സംഭവമാണ് ഇവരുടെ ഈ ഒരു സ്മൂത്തി. ഇത് ഇവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റമാണ്. ഇത് ആക്ച്വലി പീനട്ട്, കാഷ്യൂസ്, ഹണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഹെൽത്തി ആയിട്ട്, നോ ഷുഗർ കൺസംഷൻ ഒന്നും തന്നെ ഇല്ല, ഷുഗർലെസ് ആണ് എല്ലാം. അപ്പം ഇതും ഇവരുടെ ഓൺ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, നമുക്കിവിടെ കുറച്ചധികം പ്ലേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഹെൽത്തി പ്ലേറ്റർ, സാലഡ് പ്ലേറ്റർ, പ്രോട്ടീൻ പ്ലേറ്റർ, ഗോൾഡൻ പ്ലേറ്റർ, അങ്ങനെ ഓരോന്നിലും ഓരോ കൈൻഡ് ഓഫ് ഡിഷസ് ആണ് വരുന്നത്. അപ്പം നമുക്ക് വേണ്ടി ഇന്നിവിടെ ഉള്ളത് ഹെൽത്തി പ്ലേറ്ററാണ്. എന്താ ഈ ഒരു പ്ലേറ്റർ ഉണ്ടല്ലേ, ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഷുഗർ കെയിൻ എക്സ്ട്രാക്ട് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്ലേറ്ററാണ്. ആൻഡ് ഇത് നമുക്ക് ഈ ആൾക്കാർ ഓൺലൈൻ ഡെലിവറി വഴി മേടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് വീട്ടിലിങ്ങനെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓയിലിൽ ഡിസ്പോസിബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഈ ഒരു പ്ലേറ്ററിനുണ്ട്. സോ ഇതാണ് നമ്മുടെ ഹെൽത്തി പ്ലേറ്ററിൽ വരുന്ന ഡിഷസ്. ഇതൊക്കെയാണ്. സ്പൗട്ട് വരുന്നുണ്ട്, ബോയിൽഡ് എഗ്ഗ് വരുന്നുണ്ട്, വെജീസ് വരുന്നുണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇവരുടെ സ്പെഷ്യൽ. ഇതാണ് ഇവരുടെ സ്പെഷ്യൽ മയോ. ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ലൈക്ക് ആ ഒരു പീനട്ട്, കാഷ്യൂവിൻ്റെയും പീനട്ടിൻ്റെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്. ഇതിൽ ആക്ച്വലി നമുക്ക് ഹെൽത്ത് അല്ലാത്ത വേറൊരു സാധനം ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. വിനീഗറോ അങ്ങനത്തെ ഉള്ള ഒരു എന്താ പറയുക, നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് എനിക്ക് ടേസ്റ്റഡായിട്ട് ഫീൽ ചെയ്ത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് പൊട്ടറ്റോ വരുന്നുണ്ട്, കോൺസ് വരുന്നുണ്ട്, ബീൻസ്, ക്യാരറ്റ്, ആൻഡ് നമുക്ക് ചിക്കൻ്റെ ആ ഒരു ഫ്ലഷിൻ്റെ പീസ് തന്നെ ഇതാ വരുന്നുണ്ട്. സോ ഇതത്രയാണ് നമുക്ക് ഹെൽത്തി പ്ലേറ്റിൽ വരുന്നത്. ചിക്കൻ്റെ പീസ് ഉണ്ടോ, നമുക്ക് ഇതിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 5 to 6 പീസ് ഓഫ് ചിക്കൻ വരുന്നുണ്ട്. ടേസ്റ്റിയറാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, ഓയിൽ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല.
ചെറിയ പൊട്ടറ്റോ വെജീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ മയോയിൽ ഡിപ്പ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ മറ്റേ ഗ്രിൽഡ് ചിക്കനൊക്കെ മേടിച്ചിട്ട് ആ മയോണൈസിൻ്റെ ടേസ്റ്റ് ഒന്നും ആരും എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷെ നമുക്കൊരു മയോണൈസ് കഴിച്ചില്ലല്ലോ എന്ന് ആലോചിക്കുന്നവർക്ക് ആ ഒരു മനസ്സിന് തൃപ്തി കിട്ടാൻ ദിസ് ഈസ് മോർ ദാൻ ബെറ്റർ, ഹെൽത്തിയർ ആയിട്ട്. ഓക്കെ, ഹെൽത്തി പ്ലേറ്റ്സ് ഫുള്ളായിട്ട് കണ്ടല്ലോ. ഇനി നമുക്കൊരു ഹെൽത്തി ചിക്കൻ റാപ്പ് എങ്ങനെയാണ് ലൈവായിട്ട് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഗൈസ്, ഇതാണ് നമ്മുടെ റാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ചിക്കൻ കുക്ക് ചെയ്യണം, സ്റ്റീം ചെയ്ത് റോസ്റ്റ് ചെയ്തൊക്കെയാണ് എടുക്കുന്നത്. അതിൽ നല്ല മണമുണ്ട് കേട്ടോ, പെപ്പറിൻ്റെയൊക്കെ മണമുണ്ട്. പക്ഷെ ചേട്ടാ ഇങ്ങനെ ദൈവമേ ഇവൾ ഉണ്ടാക്കണേന് മുമ്പ് തിന്നോ നോക്കി. ഓക്കെ, എന്റെ അല്ലനും ക്രൂയിസിലാണ് വർക്ക് ചെയ്യുന്നത്. സ്ഥലം എവിടെയെന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഷിപ്പില്ല. ചപ്പാത്തിയും എഗ് ഓംലേറ്റും അത് ഒരുമിച്ച് കുക്ക് ചെയ്തത് വെച്ചു. അതിന് ശേഷം എല്ലാ ചട്നി നമ്മൾ ഇതിൽ വെക്കുന്നത് ചിക്കൻ, ക്യാരറ്റും ക്യാപ്സിക്കും ടൊമാറ്റോയും ക്യാരറ്റും എല്ലാം കൂടെ. ഇതിൽ പിന്നെ പെപ്പറും സോൾട്ടും ഇട്ടിട്ടുണ്ടല്ലേ, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. എത്രയാണ് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന മായവും കൂടെ മുകളിൽ ഫില്ലിങ്സ് ആയിട്ട് ആഡ് ചെയ്യുവാണ്. ഫൈനലി ചീസും കൂടെ ആഡ് ചെയ്യുവാണ്. ഓക്കെ, അതിന് ഞാൻ ലൈവായിട്ട് എൻ്റെ ഫ്രണ്ടിൽ വെച്ചൊരു റാപ്പ് ഉണ്ടാക്കിയത്, അതും ഹെൽത്തി റാപ്പ് ഉണ്ടാക്കിയത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. മിന്റ് ചേട്ടന് അടിപൊളി. മിന്റ് ചട്നി സൂപ്പർ ടേസ്റ്റ്. അതിൻ്റെ ടേസ്റ്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, 80 റുപ്പീസേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പുതിനയുടെ ഫ്ലേവറും എല്ലാം കൂടെ വന്നപ്പോൾ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഡയറ്റൊക്കെ ചെയ്യുന്നവരാണ്, ഹെൽത്തി റുട്ടീനൊക്കെ നോക്കുന്നവരാണെങ്കിൽ മസ്റ്റ് ട്രൈ കേട്ടോ. 80 റുപ്പീസേ ഉള്ളൂ. ഇത്ര അധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം വേറെ അവിടെ കിട്ടാണ് അല്ലേ. ഒരു കാര്യം കൂടെ വെച്ചോട്ടെ. ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് ഇവരുടെ ഒരു നാടൻ സ്പൈസി സ്പെഷ്യൽ ചിക്കനാണ്. തുറക്കാൻ പറ്റുന്നില്ല, കഷ്ടപ്പാടാണ്. തായ്ലൻഡിൽ പോവാത്തവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഇത് തായും നമ്മുടെ സൗത്ത് ഇന്ത്യനും കൂടെ ആ ഒരു ഫ്യൂഷനിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ്ലി സ്റ്റീം ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആൻഡ് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ പച്ചമാങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, പച്ചമാങ്ങയ്ക്ക് ഒരു പച്ച ടേസ്റ്റ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഒരു ഗ്രേവി പാർട്ടും കൂടെ എടുത്ത് ഞാൻ കഴിക്കുന്ന കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നരുത് ഗൈസ്. നല്ല പച്ചമുളകിൻ്റെയും നല്ല പച്ചമാങ്ങയുടെയും ടേസ്റ്റ് ഒരേപോലെ വരുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ഉണ്ട്. നമുക്കിനി പുതിന ചട്നിയിലും കൂടെ മുക്കിയിട്ട് കഴിക്കാം. ആണോ കലയിടില്ല ഞാൻ ചട്നിയുടെ വെള്ളം വേണോ? കൊള്ളാം, സൂപ്പർ. ഇതിലും കൂടെ ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചപ്പോൾ വേറൊരു ഫ്ലേവർ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പച്ചമാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമായിട്ടാണ് പച്ചമാങ്ങ ഇങ്ങനെ എന്താ പറയുക ചിക്കൻ ഇട്ടിട്ട് ഞാൻ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആൻഡ് ഇതിന് വരുന്നത് 159 ആണ് കേട്ടോ. ഇതിന് വരുന്നത് ലൈക്ക് ഡയറ്റ് ചെയ്യുന്നവർക്ക് ഒന്ന് മാറ്റി പിടിക്കണം എന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഡിഷാണ്. നല്ല സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു ഡിഷാണ്. ആൻഡ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഈസ് ലൈക്ക് ഒരു ഫ്യൂഷൻ ഫുഡാണ്. നമ്മുടെ സൗത്തും തായും കൂടെ ചേർന്നിട്ടുള്ളൊരു ഫ്യൂഷൻ ഡിഷാണ്. ഓക്കെ, ഈ ക്രീമി ചിക്കൻ പാസ്ത അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകുമല്ലോ. അപ്പം അങ്ങനെ ആ ഒരു ജോണർ ഓഫ് ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അടുത്തത്. അപ്പം തന്നെ നല്ലൊരു ക്രീമി ഫ്ലേവറിൻ്റെ മണം മൂക്കിലോട്ട് അടിച്ച് കയറുന്നുണ്ട്.
സോ ഇതിൽ വരുന്നത് ബേസിൽ ലീവ്സ്, ദെൻ മിൽക്ക്, അല്ലാതുള്ള വെജീസ് ആണ് വരുന്നത്. ബ്രോക്കലി വരുന്നുണ്ട്, കോണ് വരുന്നുണ്ട്, പിന്നെ ക്യാരറ്റ് വരുന്നുണ്ട്, പൊട്ടറ്റോ വരുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഇതിൽ വരുന്നത്. ആൻഡ് ഇതൊരു ക്രീമി ടെക്സ്ചറിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. സോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ സ്റ്റീം ചെയ്ത് സ്റ്റീം ചെയ്ത് ഇട്ടിട്ടുണ്ട്. പെപ്പറും അത് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു ക്രീമിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറുണ്ട് ക്രീം. ഹെൽത്തി ഫുഡ്, ഇന്നത്തെ ഒരു ഹെൽത്തി ഫുഡ് സീരീസിലെ ഫൈനൽ ഡിഷ്, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള മോമോസ്. ഈ മൊമോസിനൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട് കേട്ടോ. സ്പെഷ്യാലിറ്റീസ് ലൈക്ക് ഫില്ലിങ്സ് ഒക്കെ നമ്മുടെ നോർമൽ മൊമോസിന് വരുന്ന പോലെ ചിക്കനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഓരോ ഡിഷിന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കാണും. അപ്പോൾ ആ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ പോലെ ഹണിയും ബെൽ പെപ്പറും നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ടിട്ട് അവരൊന്നും കൂടി ഇതൊന്ന് ടോസ്റ്റ് ചെയ്തത്. ഈ കാണുന്നില്ലേ ലിക്വിഡ്, ഇത് ആക്ച്വലി ഹണിയാണ് കേട്ടോ. ഈ ഹണിയിൽ ഇതിങ്ങനെ ഡിപ്പ് ചെയ്ത് ഇറക്കുവാണ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ്. ആക്ച്വലി എൻ്റെ ടേസ്റ്റ് ആ ഹണിയുടെ ആ ഒരു സംഭവത്തിനാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 ആണ്. 6 പീസ് കാണും. 6 വളരെ വലിയ പീസ്. നമ്മുടെ 80 തൊട്ട് നമുക്ക് മൊമോസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ലൈക്ക് ഇവരുടെ ആ ഒരു മെനു ഇത് നോക്കുമ്പോൾ തന്നെ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. 170, 190, 239. എനിക്ക് തോന്നുന്നു ഒരു 500ന് മുകളിലായിട്ട് അവരൊന്നും ചാർജ് ചെയ്യുന്നില്ല അല്ലേ? 99 മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ കഴിച്ചില്ലേ ആ ഒരു റാപ്പ്, ചിക്കൻ റാപ്പ്, ആക്ച്വലി ഞങ്ങൾ ഒന്നും കൂടെ അത് ഓർഡർ ചെയ്തു. കാരണം അയൽജേണ്ണൻ കഴിച്ചപ്പോൾ അയൽജേണ്ണനും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. എല്ലാ ഡിഷും അതേപോലെ തന്നെ യുണീക്ക് ടേസ്റ്റ് അവർ കൊണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കഴിച്ചില്ലേ, ഇനി എന്തെങ്കിലും കുടിക്കാനും ഇവിടെ ഐറ്റം ഉണ്ട്. ഇവർ തന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന പീനട്ടും കാഷ്യും ഹണിയും ഉണ്ട് അല്ലേ? ഹണിയും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. പീനട്ട് ബട്ടർ ബനാന സ്മൂത്തിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവരുടെ തന്നെ ഒരു ഓൺ പ്രോഡക്റ്റാണ്. നമുക്ക് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. റൈസ് ആക്ച്വലി ഇച്ചിരി കട്ടയായിപ്പോയി. കാരണം ഞാൻ വന്നപ്പോൾ ഇവരെനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത്രയും ടൈം എടുത്തപ്പോൾ അത് ഇച്ചിരി ഒന്ന് തിക്കായിപ്പോയി. നമുക്ക് സ്പൂൺ ഇട്ട് കഴിച്ചു. പീനട്ടിൻ്റെ ഒക്കെ ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഒരു ഹെൽത്തി ജോണറിൽ വരുന്നതാണ്. അപ്പം നമുക്ക് ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡഡ് അല്ലല്ലോ. ഹെൽത്തി ഡ്രിങ്കായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഷുഗറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഹണിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ടേസ്റ്റ് ഉണ്ട്. ഇപ്പം സ്വിഗ്ഗിയിലും ഡെലിവറി സ്റ്റാർട്ട് ചെയ്തു. സോ അപ്പം നമ്മളിതാ സ്റ്റീംഡിൽ നിന്ന് ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള കുറേ ഡിഷസ് ട്രൈ ചെയ്തു. ഇപ്പം നന്ദു എന്നല്ലേ? അതെ, നന്ദു വൺ ഓഫ് ദി ഓർഡർ. നമ്മൾ നേരത്തെ കണ്ട നന്ദുവിനെയാണ്. അപ്പോൾ നന്ദു പറഞ്ഞ പോലെ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ കൂടുതൽ രാവിലെ എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ വിചാരിക്കുക നാളെ തൊട്ട് ഡയറ്റ് ആണെന്നൊക്കെ വിചാരിക്കും. എന്നിട്ട് ഒരു ദിവസം ചിയാ സീഡും ഓട്സ് എല്ലാം കൂടെ ഇട്ടിട്ട് 1-2 ദിവസം ചെയ്യും. പിന്നെ അടുത്ത ദിവസം നമ്മുടെ ഷെഡ്യൂൾ എന്തെങ്കിലും വേറെ ഡിഫറൻസ് വരുമ്പോൾ അതവിടെ കട്ടാവും. കാരണം എല്ലാ ദിവസവും രാത്രി നമ്മൾ ഓവർനൈറ്റ് ഓട്സൊക്കെ രാത്രി പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പം മോർണിംഗ് ഇതേപോലെ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ആണ് വരുന്നെങ്കിൽ പിന്നെ ആ ഡയറ്റ് അവിടെ അന്ന് കട്ടാണ്. അപ്പം അങ്ങനെ ഹെവി ഷെഡ്യൂൾസും ബാക്കി ഈ വർക്കിംഗ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം എന്നുള്ളവർക്ക് ഇവരെ കൺസൾട്ട് ചെയ്താൽ മതി. ഇവർ ഡയറ്റിൻ്റെ ഫുഡ് ചെയ്യുമ്പോഴത്തേക്ക് 1 മന്ത് പാക്കേജ് ആയിട്ടാണ് ചെയ്യുന്നത്. 1 മന്ത് പാക്കേജ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇത്
1 വീക്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരും. അതേപോലെ ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഞാൻ ഇങ്ങനെ ഡയറ്റ് ഫുഡൊന്നും കിട്ടുന്ന വേറൊരു സ്ഥലം കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 179 തൊട്ട് ഇവരുടെ പ്ലേറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നീഡ്സ് അനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുകയും ചെയ്യാം, ടൈമും വേസ്റ്റ് ആക്കില്ല. ഇപ്പോൾ അതാ സ്വിഗ്ഗിയിൽ അവൈലബിൾ ആണ്. ഇന്ന് തൊട്ട് അവർ സ്വിഗ്ഗിയിൽ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ 5 കിലോമീറ്ററിനകത്ത് ഫ്രീ ഡെലിവറി, 10 കിലോമീറ്റർ ഗോൾഡൻ പ്ലേറ്റേഴ്സ് ആണെങ്കിൽ 10 കിലോമീറ്ററിൻ്റെ അകത്തും ഡെലിവറി ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസും ഇൻസ്റ്റഗ്രാം ലിങ്കും നമ്പറും ഒക്കെ ഷെയർ ചെയ്ത് തരാം. കോൾ ചെയ്യുന്നത് മേ ബി നന്ദുവിനെ ആയിരിക്കും, പ്രണവ് അല്ലെങ്കിൽ നന്ദുവിനെ ആയിരിക്കും നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത്. സോ അപ്പൊ എന്റെ പേര് പറഞ്ഞാൽ മതി കേട്ടോ. എന്തെങ്കിലും കുറച്ചും കൂടെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കൂലേ എന്റെ പേര് പറഞ്ഞ് വിളിക്കുന്നവർക്ക്? കുറച്ചും കൂടെ അവര് ഡിസ്കൗണ്ട് ചെയ്ത് തരും. അപ്പൊ ഇങ്ങനെ പറഞ്ഞും പോയി. സോ എനിക്ക് ഇവരെല്ലാരെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മളെ കുക്കിംഗ് ചെയ്യുന്ന ചേട്ടൻ്റെ മോഹം കാണിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാണിക്കുന്നില്ല, ഓടണ്ട, അവിടെ നിന്നോ. ചേട്ടൻ ഫുൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നോക്കും, എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ നോക്കും. ആൻഡ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് ഡയറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നായാലും ഇവിടെ വന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് ചെയ്യാവുന്നേ. അവർ നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ വന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതൊരു സ്റ്റാർട്ടപ്പ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എൻകറേജ് ചെയ്യണം. നാളെ ഇത് വലുതായ ഒരു വൺ ലിങ്കായി മാറട്ടെ, ബിസിനസ് മാഗ്നറ്റ്സ് ആയിട്ട് മാറട്ടെ. സോ എല്ലാ വിശ്വാസം. ആൻഡ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ.